രാവിലെ മുതൽ ചായയും കടിയും ഉണ്ടാക്കുന്നതും ഉച്ചയ്ക്ക് ചോറും കറിയൊക്കെ വെക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്. നല്ലൊരു മീൻകറിയുടെ റെസിപ്പിയും കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. നല്ലൊരു അയലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ ഇതാ ഞാൻ നീർദോശയാണ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കുന്നത്. അരി അരച്ചിട്ട് നമ്മളപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ദോശയാണ്. ദോശയൊക്കെ ഒരു ഭാഗത്ത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ദോശയുടെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ ഗ്രീൻ പീസ് കറിയാണ് തേങ്ങ അരച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന ടൈമിനിടയിൽ കൂടി തന്നെ കറിക്കുള്ള തേങ്ങയൊക്കെ അരച്ച് കറിയും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് കറിയൊക്കെ ഞാൻ വറവിട്ടിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ദോശയൊക്കെ ഒരു ഭാഗത്ത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കുടിക്കാനുള്ള വെള്ളം ഒന്ന് റെഡിയാക്കി എടുക്കണം, ചായ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഇതാ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുടിക്കാനുള്ള വെള്ളം ചൂടായതിന് സമയത്ത് ഞാൻ ജഗ്ഗിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഈ ഒരു സമയത്തും എല്ലാ സമയത്തും നമ്മൾ കുടിക്കാനായിട്ട് നോക്കാം. ഞാൻ ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ്. എല്ലാവരും ചായയൊക്കെ കുടിച്ച് ഓരോ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ഈ ഒരു തേങ്ങ അരച്ച ഗ്രീൻ പീസ് കറി ഈ ഒരു നീർദോശയുടെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നൈസ് പത്തിരിയുടെ കൂടെയും ഈ ഒരു ഗ്രീൻ പീസ് തേങ്ങ അരച്ചത് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നിപ്പം നമ്മൾ വീഡിയോയിൽ നല്ലൊരു മീൻകറിയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അയില മീൻകറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു വെറൈറ്റി ടേസ്റ്റിലാണ് നമ്മൾ ആ ഒരു മീൻകറി ഉണ്ടാക്കിയെടുക്കുന്നത്. അതെല്ലാവരും കണ്ടു നോക്കണേ. ഉച്ചക്കുള്ള ചോറൊക്കെ ഒരു ഭാഗത്ത് ആവുന്നുണ്ട്. തോരൻ വെക്കാനായിട്ടുള്ള പയർ ഇതാ ഞാൻ നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. സാധാരണ വെക്കുന്ന പോലെ തന്നെ അങ്ങോട്ട് വെക്കുകയാണ്. മെഴുക്ക് പുരട്ടിയൊന്നുമല്ല ഉണ്ടാക്കുന്നത്. ചട്ടി ചൂടാകുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുകും ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കഴുകി ഊറ്റി മാറ്റിയിരുന്ന പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് തേങ്ങയൊന്നും ചതച്ചെടുക്കുന്നില്ല, കൈ കൊണ്ടൊന്ന് തിരുമ്മി എടുക്കുകയാണ്. പച്ചമുളകും തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടി ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഒന്ന് മൂടി വെച്ചാൽ മതി. വെള്ളം ഒഴിക്കാതെ തന്നെ നമ്മൾ ആ ആവിയിൽ കിടന്നിട്ട് പയറുതോരൻ വെന്ത് കിട്ടിക്കോളും. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കൊണ്ട് അടച്ച് വെക്കുക. തീയൊന്ന് കുറച്ച് വെച്ചാൽ മതി. ഇനി കറിക്കുള്ള മീനൊന്ന് റെഡിയാക്കി എടുക്കണം. മീൻ മുളകിട്ടത് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അയില ഞാനൊന്ന് കത്രിക കൊണ്ട് ആദ്യം അതിൻ്റെ വാലൊക്കെ ഒന്ന് കളഞ്ഞ്, എനിക്ക് ഈ കത്രിക കൊണ്ട് മീൻ വെട്ടുന്നത് വല്ലാതെ പ്രാക്ടീസ് ഇല്ല. അപ്പോൾ ഞാൻ കത്തി തന്നെ ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നാക്കി എടുക്കുകയാണ്. കുറച്ച് ഞാൻ ഇതിൽ നിന്ന് കറി വെക്കുന്നുണ്ട്, ബാക്കി ഞാൻ പൊരിക്കാനായിട്ട് എടുക്കുന്നുണ്ട്. അയില മല്ലിക്കറിയാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. മീനൊക്കെ മുറിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാനായിട്ട് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 3-4 പച്ചമുളകും ഒരു സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നും അങ്ങോട്ട് മൂടി വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടിക്കോളും. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ് കേട്ടോ. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി എല്ലാം കൂടി ഒന്ന് വഴന്ന് വന്നിട്ട് നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ആദ്യം ഒരു 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. ചെറു ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. സാധാ വെള്ളം ഒഴിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മളിതിൽ ആ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പുളി ചേർക്കേണ്ടതെന്നൊക്കെ. പുളിവെള്ളം കൂടി ഒഴിച്ച് ഞാൻ വളംപുളിയുടെ നീരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന മീനിൻ്റെ തലയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രസമാണ് മീൻ അയിലത്തല ഇങ്ങനെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ, മല്ലി കറി.
ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് കറണ്ട് പോയപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ അടിപൊളി മീൻ മല്ലിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അയലം മല്ലിക്കറിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും എന്തിനു കൂടെ നമുക്ക് കഴിക്കാം. ചോറ് വിളമ്പിയിട്ടുണ്ട്. ഒരു കഷ്ണം മീൻ പൊരിച്ചതും പയറ് തോരനും അയലക്കറിയും കൂട്ടിയിട്ട് നല്ല അടിപൊളി ഊണാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.